ഹായ് എൽദോ, എങ്ങടാ പോണേ? പി ജി എന്ന് പറഞ്ഞാ ഒരു ട്രിപ്പാണ്, 3 ഡേ ട്രിപ്പ്. ബുധനാഴ്ച രാവിലെ പോയിട്ട് വെള്ളിയാഴ്ച രാത്രി വരും. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ടൂറൊക്കെ പോകാൻ പോവാണ് UK വന്നിട്ട്, സ്കൂൾ ടൂറ്. എങ്ങനെയുണ്ട്? ത്രില്ലിംഗ് ആണോ? ത്രില്ലിംഗ് ആണെന്ന് തോന്നുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മോൻ ഇന്ന് ഒരു 3 ദിവസത്തെ ടൂറിന് പോയേക്കാണ്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 10 വയസ്സ് പ്രായമാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ 6ാം ക്ലാസ് ഇയർ 6 എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ടാവും ഇവിടെയായിട്ട്. നമ്മുടെ നാട്ടിൽ 11 വയസ്സുള്ള ആളുകളാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 10 വയസ്സ് ആകുമ്പോഴേക്കും, കാരണം നാട്ടിൽ നിന്ന് അവൻ 4ാം ക്ലാസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ 5ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും കാറിൽ തന്നെ ഇരുന്നിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. മാന കൊണ്ടുവന്ന് വിട്ടിട്ട് ഇരിക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മകൻ ഒരു ടൂർ പോവുകയാണ് സ്കൂളിൽ നിന്ന്. 3 ദിവസത്തെ ടൂർ. ആ 3 ദിവസത്തെ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്നാണ് ഇവർ പറയുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അങ്ങനെയുള്ള ആ ഒരു റെസിഡൻഷ്യൽ ടൂർ പാക്കേജ് ഉണ്ടാവുക. പിന്നീട് ഹയർ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ രീതിയിൽ. അപ്പോൾ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ 3 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് അവരുടെ കൂടെ, ടീച്ചർമാരുടെ കൂടെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട് അവിടെ താമസിച്ച് സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യുകയും, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ്, പല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് അതിൻ്റെ അകത്തുള്ളത്. ഫണ്ടുമ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 6ാം ക്ലാസ്സിലെ കുട്ടികളെ 3 ദിവസത്തേക്ക്, ബുധനാഴ്ച രാവിലെ അവർ പോയി ബുധൻ വ്യാഴം വെള്ളി ആഴ്ച രാത്രിയിൽ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരു ടൂർ പ്രോഗ്രാമിന് പോയേക്കാണ്. അപ്പോൾ അവർ പോകാൻ നേരത്ത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രോഗ്രാമുകൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ്, ഫീസുകൾ എത്രയാണ്, ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ലണ്ടൻ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി തോന്നിയത് കൊണ്ടാണ്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ ടൂർ പോയത് പോലും, 10ാം ക്ലാസ്സിലൊക്കെ ടൂർ പോണത്, അല്ലെങ്കിൽ നമ്മുടെ 8, 9 ഹയർ സ്കൂളിൽ ടൂർ പോകുന്നത് ഒരു ദിവസത്തേക്കൊക്കെയാണ്. കൊച്ചി, എറണാകുളം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിന്നൊക്കെ മാറിയിട്ട് ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി അങ്ങനെ ഒരു ടൂറൊക്കെ പോകുന്നത് 2 ദിവസം 3 ദിവസത്തേക്കുള്ളത് 10ാം ക്ലാസ് ഹൈസ്കൂളിൽ ചെന്നിട്ടാണ്. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ടൂർ PGL റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്നാണ് അവരതിന് പേര് കൊടുത്തേക്കണേ. നമ്മൾ വീട്ടിൽ നിന്ന് വേണ്ട ഒരു ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, വലിയൊരു ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ടീച്ചർമാർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യങ്ങളിലൊക്കെ കുറച്ച് വെറൈറ്റി തോന്നി, ഒരു വ്യത്യാസം തോന്നിയത് കൊണ്ടാണ്. കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് തെർമൽ വെക്കണം, ഒരു വേറെ ഡ്രസ് വെക്കണം, അവിടെ പോയിട്ട് കളിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്. പിന്നെ ഒരു പാർത്തിടുന്ന ഒരു വേറെ ചെരുപ്പ്, പിന്നെ ഈ ഒക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് അങ്ങനത്തെ സാധനങ്ങൾ, അതും പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സ് എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ നൈറ്റ് ഡ്രസ്സായിട്ട് ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സാണിത്. ഇതൊക്കെ ഒരു പാൻറ്, തോർത്തോളൊക്കെ വേണ്ടത് കുളിച്ച് യൂസ്. അതും പിന്നെ ഒരു കിടക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ഒരു ബാഗാണിത്, സ്ലീപ്പിംഗ് ബാഗ്. ഓക്കെ, സ്ലീപ്പിംഗ് ബാഗ് അതും വേണം. പിന്നെ ഗ്ലൗസ് ഒരു വേറെ വേണം, തണുത്ത കൈയൊക്കെ തുറക്കുമ്പോൾ രാത്രിയിലിടാനൊക്കെ ആയിട്ട്. ഒരു റെയിൻകോട്ട്, ഒരു മഴ പെയ്താൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള. പിന്നെ വേറെ ടിഷ്യൂ ആണിത്, ടോയ്ലറ്റ് ടിഷ്യൂ. ഇതൊക്കെ ഒരു ടോയ്ലറ്റ് ടിഷ്യൂ പാക്കറ്റാണ്. അത് പക്ഷെ വൈപ്സ് പോലെ നനഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. വെറ്റ് വൈപ്സ് ആണ്. ഓക്കെ, ടോയ്ലറ്ററി. ഇനി വെല്ലീസ് എവിടെ? വെല്ലീസ് എന്ന് പറഞ്ഞാൽ മഡിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ചെരുപ്പാണ്. പക്ഷെ കാലിന്റെ ഈ മുട്ടെങ്കിലും വരെ കയറി കിടക്കുന്ന ഒരു ഷൂസ് ആണത്. അപ്പൊ ഈ പൈനാപ്പിളൊക്കെ വെട്ടുന്നവർ ഉപയോഗിക്കുന്ന പോലത്തെ വലിയ ഷൂസ്. ഓക്കെ. ഓഹോ, ഇതാണ് സംഭവം. ഇത് നമ്മുടെ നാട്ടിൽ പൈനാപ്പിൾ വെട്ടുന്ന ഐറ്റം, വിലീസ്. ഓക്കെ, ഇതൊക്കെ കൊണ്ടുപോകണം. ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടാനായിട്ട് കവറുകളൊക്കെ അതൊരു ഇവിടെ
ഈ ഡൊമസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു 4-5 കവർ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അതപ്പോ അതിന്റെ അകത്തോട്ട് നമ്മള് യൂസ് ചെയ്ത സാധനങ്ങള് ഇടാൻ പറ്റും. ഓക്കെ, ആ ലിസ്റ്റ് ഓഫ് ഇവരെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സ്കൂളിൽ നിന്ന് ടീച്ചർമാർ ഇങ്ങനെ ഇവരെ ക്യൂ ആയിട്ട് വരിയായിട്ട് നിർത്തി സ്കൂൾ ബസ്സിലേക്ക് കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ ഇവർ പോണ വഴിക്ക് നമുക്ക് ചെന്നിട്ട് മറ്റേ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് ടാറ്റയൊക്കെ കൊടുത്ത് ഒക്കെ ഇത് റോഡിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ കുട്ടികൾ ലോഡ് ചെയ്യുന്നതെങ്കിൽ വണ്ടിക്കകത്തേക്ക് കയറുന്നതെങ്കിൽ നമുക്ക് മറ്റേ സൈഡിൽ നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് ആരും ഒരു കുട്ടികളുടെ അടുത്തേക്ക് പോലും ചെല്ലരുതെന്നാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അത് ടീച്ചർമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റി ടീച്ചർമാർക്കാണ്. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോലെ കൂവിക്കുറുക്ക് വിളിച്ചൊന്നുമല്ല എല്ലാവരും ടൂറിന് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അവർ 29 സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്. 57 പേർക്ക് പോകാവുന്ന ഒരു ബസ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ യങ്സ് കോച്ചസ് എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ PGL എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ലിങ്കൺ ഷെയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ ലൊക്കേഷൻ. അവിടോട്ട് എല്ലാവരും കൂടിയിട്ട് ബുധനാഴ്ച രാവിലെ 9 മണിയായപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെയാണ് ടൂർ പോകുന്നത്. 9 മണിയായപ്പോൾ പോയി പിറ്റേ വെള്ളിയാഴ്ച തിരിച്ചു വരും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യാസം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഒരു നീണ്ട നിര തന്നെയാണ്. അത്രയധികം സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉണ്ട്. ജാക്കറ്റുകൾ വേണം, ഹാൻഡ് ഗ്ലൗസുകൾ വേണം, പിന്നെ മഫ്ലർ. കാരണം ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയാണല്ലോ. അങ്ങനെയുള്ള കിടക്കാനായിട്ട് സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞിട്ട് ഓരോ കൊച്ചുങ്ങൾക്കും നമുക്ക് കയറി കിടന്നിട്ട് സിബ് വലിച്ചിട്ടാവുന്ന രീതിയിലൊരു സ്ലീപ്പിംഗ് ബാഗ്, തലയിലേക്ക് ഒരു പില്ലോ ടൈപ്പ് ഒരു സെറ്റപ്പ്. അങ്ങനെ പിന്നെ റെയിൻ കോട്ട് വേണം. പിന്നെ നമ്മൾക്ക് എന്തായാലും ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഞാൻ എൽദോരം കൊണ്ട് തന്നെ വീഡിയോയിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇതിലത് കാണിക്കാം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, വലിയ നമ്മൾ ഗംബൂട്ട്, ഇവിടെ വെല്ലീസ് എന്നാണ് പറയുക, നമ്മുടെ നാട്ടിൽ പൈനാപ്പിളൊക്കെ വെട്ടുമ്പോഴുള്ള എന്ന് വെച്ചാൽ ചെളിയിലൊക്കെ കുത്തി മറിഞ്ഞ് ജീവിതം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂർ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. 3 ദിവസം ഫണ്ണുണ്ട്, ഗെയിമുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട് രാത്രിയിൽ. അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്. എന്തായാലും ഫുള്ളായിട്ടുള്ള ഇത് ഇന്നിപ്പോൾ ആശാൻ ഇന്നലെ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. അപ്പോൾ വൈകുന്നേരം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നാളെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നാളെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവനോട് ചോദിച്ച് തന്നെ നമുക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണ ഒരു 3 ദിവസമൊക്കെ നമ്മുടെ കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, അതുപോലെ തന്നെ സിബ്ലിങ്സിനുണ്ടാകുന്ന, ഇപ്പോൾ മോൻ ഇളയവൻ എവിടെ, ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചോണ്ട് 2 ദിവസമായി വീടിൻ്റെ അകത്തേക്കടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്താ അങ്ങ് പോയേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ജീവിതത്തിൽ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ഫീലിങ്സുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതും ഒരു ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾ മാറി നിൽക്കുമ്പോൾ കാരണന്മാർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സും, അതുപോലെ തന്നെ കാരണന്മാരിൽ നിന്ന് മക്കൾ മാറി നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഫീലിങ്സ് ഒക്കെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ടൂറൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ കൈച്ചെലവിനൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പണ്ട് പൈസയൊക്കെ കൊടുത്തു വിടാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാ പൈസ കൊടുത്തു വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കവറിൽ പേരെഴുതി ഒരു 5 പൗണ്ട്, നാട്ടിലൊരു 500 രൂപയാണ് മാക്സിമം കൊടുത്തു വിടാവുന്ന എമൗണ്ട്. അത് നമ്മളൊരു അവൻ്റെ പിള്ളേരുടെ കയ്യിലല്ല കൊടുക്കേണ്ടത്, നമ്മളൊരു ടീച്ചറുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് കവറിൽ അവൻ്റെ പേരെഴുതി കവറിൽ ചെയ്തിട്ട് ടീച്ചർക്ക് കയ്യിൽ കൊടുക്കുക. അപ്പോൾ അവിടെ പോണ വഴിയിൽ ഈ പ്രോഗ്രാമിൻ്റെ ദിവസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പോണ സമയത്തോ അല്ല ഐസ്ക്രീം മേടിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ള ആ പൈസേനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു 3 ദിവസത്തെ ടൂറ്? ആണോ? ടൂറിന് പോയിട്ട് എന്നൊക്കെ മേടിച്ചു? 3 ടോർച്ച് മേടിച്ചു. പിന്നെ അപ്പൊ എത്ര പൗണ്ട് ഇതായി ഓരോ ടോർച്ചിന്? ഈ ഓരോ ടോർച്ചിനും ഓരോ പൗണ്ട്. അപ്പൊ എനിക്ക് 3 പൗണ്ട് എല്ലാത്തിനും കൂടി കൊടുത്തു. ഓക്കെ.
അപ്പൊ തന്ന വിട്ട പൈസ കൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു? ഫുഡൊന്നും വാങ്ങാൻ പറ്റൂലായിരുന്നു. അവര് ഫുഡൊന്നും വാങ്ങാൻ സമ്മതിക്കൂലായിരുന്നു. ഓക്കെ 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 റൈറ്റ്. പിന്നെ 3 ദിവസത്തെ പരിപാടികൾ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? നല്ല സുഖമായിരുന്നു. ചർച്ചിലൊക്കെ പേടിക്കാനും ഉണ്ടായിരുന്നു. പേടിക്കാന്ന് വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങള്? ഈ ഹൈ റോപ്സ് എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്നൊക്കെ വീഴൂലേ, അപ്പൊ അതൊക്കെ ഒരു ഇച്ചിരി പേടിയാണ്. പിന്നെ പിന്നെ അല്ല അത്രയ്ക്കൊന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ആ കൂടി വീഴുന്നുണ്ടായിരുന്ന ഒരു എയർ ഓസോൾ എന്ന് പറഞ്ഞ കാര്യത്തില്ല. തോക്കൊക്കെ പിടിച്ച 1-2 ഫോട്ടോ ഒക്കെ കണ്ടല്ലോ, അതെന്തായിരുന്നു? അതില്ല ഒരു റൈഫിൾ ഷൂട്ടിങ്ങും പിന്നെ ലേസർ ടാഗും. ചെളിയിലൊക്കെ കളിച്ചു? ചെളിയിലൊന്നും കളിച്ചില്ല. പിന്നെ മണ്ണില് ചമ്പ്രപ്പൊടി ഇട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതല്ല വേറെ എന്തിനാ അത് മറന്നുപോയി. പിന്നെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസത്തെ ടൂറ്? നല്ല സുഖമായിരുന്നു. തീറ്റയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ എങ്ങനെയായിരുന്നു? ശരിയൊക്കെ നല്ലതാ. നമ്മുടെ മലയാളി ഫുഡ് വല്ലതും കിട്ടിയോ? ഇല്ല. പിന്നെ എന്ത് ഫുഡാ കിട്ടി? സോസേജ് തന്നെ. സോസേജും ഫിഷ് ഫിംഗേഴ്സും ഫിഷ് ആൻഡ് ചിപ്സ്. ഓക്കെ ഓക്കെ. 3 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കേറുക. റിയലി എൻജോയ് ചെയ്തോ പ്രോഗ്രാം? എൻജോയ് ചെയ്തു. ഒരു വയ്യായിക ക്ഷീണം ഉണ്ടല്ലോ. ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നോ? ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. മാഷ്മെല്ലോയും കഴിച്ചു. ഓക്കെ ദെൻ. അപ്പൊ 2-3 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു കയറി വാ എൽദോ.